എന്താ പട്ടിയെ പോലെ മോങ്ങുന്നേ? പിന്നെന്താ കല്യാണത്തിന് പാട്ട് പാടാൻ പോവല്ലോ? അടിച്ച് പല്ലിയാങ്കളെ. പറയേ, ഞാനാരാ? കൊലയാളി. അത് ജഡ്ജിന്. നിനക്ക്? എന്റെ അളിയൻ. എവിടുന്നാ വരുന്നേ? കൊല്ലത്തുനിന്ന്. എന്റെ പേരെന്താ? ഇതുവരെ ഹാദവൻ, ഇനി മുതൽ മുരുകൻ. കൊള്ളാലോ. 6 ഗ്ലാസ് ബാങ്ക് പാല് കുടിച്ചിട്ട് ഇത്രയും ബോധത്തോടെ സംസാരിക്കും. ബാങ്ക് പാലോ? എന്താണെന്നാണല്ലോ പറഞ്ഞത്. ബംഗാളിൽ അതിന്റെ ഒരു ബാങ്ക് പാലെന്ന്. എന്നെ പറ്റി പറഞ്ഞതാ. മുരുക. മുരുകനോ? ഏത് മുരുകൻ? നിന്റെ മച്ചാൻ മുരുകനെ ഓർമ്മപ്പെടുത്തിയതാ. എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാ എന്റെ ഫോൺ ഷിപ്പിലുള്ള നിന്റെ വാക്കും ഷിപ്പിലുള്ള നിന്റെ മച്ചാനും രണ്ടും എന്റെ കസ്റ്റഡിയിലാ. രണ്ടും പുറത്തു വരും. അയ്യ, അതൊക്കെ എന്തിനാ? അല്ല, എന്താ ഇവൻ ഓടുന്ന പോലീസിനെ കണ്ട് പേടിച്ചിട്ടാ? അപ്പൊ ഒരു പണി കൊടുക്കാം. അയ്യോ വേണ്ട, എന്നെ വിടാൻ പറ, എന്നെ വിടാൻ പറ. മച്ച എനിക്ക് പേടിയാവുന്നു മച്ച. മച്ച വിട്. പോലീസുകാരെ കണ്ട എനിക്കും എന്റെ വീട്ടുകാർക്ക് പേടിയെന്ന് മച്ചാൻ അറിഞ്ഞൂടെ മച്ച? ഇവരെല്ലാം മച്ചാൻ അറിഞ്ഞൂടെ മച്ച? പറ മച്ച, ഇല്ല ഞാൻ ഇപ്പൊ തിരിച്ചു പോകും മച്ച. മുരുക, എന്നെ രക്ഷിക്കണേ. സ്വന്തം അളിയൻ. എന്തിനാ ഇവിടെ വന്നത്? അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാൻ വന്നത് ഇവിടെ. സാറിന്റെ അടുത്തുനിന്ന് പെർമിഷൻ വാങ്ങിയോ? വാങ്ങിയില്ല. വാങ്ങണം. അവലെ വാങ്ങിയെന്ന്. അല്ലല്ലോ അലാജോ പെർമിഷൻ ഇയാച്ചേ. അവരെന്താ തെലുങ്കില് സംസാരിക്കുന്നത്? തെലുങ്ക? അവര് സംസാരിച്ച ബംഗാളിയാണെന്ന് അറിയത്തില്ലടാ. മലയാളം അല്ലാതെ വേറൊരു ഭാഷ എനിക്ക് അറിഞ്ഞൂടാ. അവരോട് നിർത്താൻ പറ, അല്ലെ ഞാൻ ഇപ്പൊ പോവും. സാർ, സിംഗ് സാർ, ഏതായാലും ദൈവാദിനെ കൊണ്ട് അവൻ തന്നെ പോകാതെ ഏറ്റു. നിങ്ങൾക്ക് പുണ്യം കിട്ടും അതിന്റെ പേരില്. നോ നോ, he is okay. He got permission. Bring him. എന്തിനാ എന്റെ കൈരേഖയൊക്കെ എടുക്കുന്നേ? ഇതിലേക്ക് നോക്ക്. ഞാൻ അതെ, ഇതുവഴി പോയി അതുവഴി വാ. മച്ച എനിക്ക് പേടിയാവുന്നു മച്ച, എന്റെ കൂടെ വാ മച്ച. അയ്യോ, ഞാൻ പറയേണ്ടത് ഇവൻ പറയുന്നല്ലോ. പോടാ. അയ്യോ, ശബ്ദം. ഇപ്പൊ നീ കുടുങ്ങോടാ. അതിലെന്തോ മെറ്റൽ ഡിറ്റക്ട് ചെയ്തല്ലോ. എല്ലാ ബാഗും ചെക്ക് എവരിതിങ്. സർ, ഒരു മിനിറ്റ് സർ. ഇതെല്ലാം എന്റെ മച്ചാന് കൊടുത്തത് സർ. എനിക്കിത് മാത്രം മതി സർ. എന്റെ വീടിന്റെ ചാവി ഞാൻ ഇപ്പോഴേ പോയിക്കോളാം സർ. ഓ, ചാവിയോ? അതാണ് ബീപ്പ് സൗണ്ട് കേട്ടത്. ഓക്കെ, പ്രോബ്ലം ഇല്ല. നിങ്ങൾ അകത്തേക്ക് വെക്കോളൂ. അമ്മേ, മനസ്സിലായി. നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതെന്ന് മനസ്സിലായി. എന്റെ അളിയൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല, അതല്ലേ? അളിയ, നീ തിരിച്ചു പോയിക്കോ. ഞാൻ തന്നെ നിന്ന് പണിയെടുത്തോളാം. അയ്യോ അളിയ, പോകാൻ ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. ഇതിനെന്തിനാ കരയുന്നേ? ഇവിടെ നിന്നോ. ഹലോ, എവിടെയാ? തനിക്ക് എന്തൊക്കെ ജോലി അറിയാം? അത് എന്നോടാണ്. എന്തോ ചോദിച്ചേ? ഒന്നുകൂടെ ചോദിക്കുവോ? എവിടുത്തെ ഭാഷ ഇത് കൊല്ലത്തുള്ള ഭാഷ. ഞാൻ ഒരു കുഗ്രാമത്തില്, മച്ചാനങ്ങ് ടൗണില്. അല്ലേ മച്ചാ? അളിയും പറഞ്ഞത് ശരിയാണ്. എന്താടാ നീയും അവനെ പോലെ കൊല്ലത്തുള്ള ഭാഷ പറയുന്നേ? അതമ്മേ, നമ്മൾ എവിടെ പോയി സെറ്റിൽ ചെയ്താലും നമ്മളെ സ്വന്തം നാട്ടുകാരെ കാണുമ്പോ സ്വന്തം ഭാഷയല്ലേ വരൂ. തല്ലിക്കൊന്നാലും മറക്കൂല, അല്ലേ മച്ചാ? തല്ലിക്കൊന്ന പിന്നെ എങ്ങനെയാടാ മറക്കുന്നേ? ശരി, ചോദിച്ചതിന് ഉത്തരം പറ. എന്തൊക്കെ ചെയ്യാൻ അറിയാം? അത് എല്ലാ ജോലി അറിയാം മാഡം. വീട്ടു ജോലി, വൃത്തിയാക്കൽ മുതൽ കമ്പ്യൂട്ടർ വരെ നന്നാക്കാൻ എനിക്ക് അറിയാം മാഡം. ഓ, കമ്പ്യൂട്ടർ ഒക്കെ അറിയാമോ തനിക്ക്? നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പൊ കമ്പ്യൂട്ടർ ഒക്കെ ചുളുവിൽ കിട്ടുമെന്ന്. സോണി വയോ മുതൽ ആപ്പിൾ വരെ നമ്മുടെ വ്യാഴാഴ്ചത്തിൽ എന്തും കിട്ടും. കമ്പ്യൂട്ടർ വിട, അത് എനിക്കും അറിയാം. ടിവിയിൽ ഏത് പ്രോഗ്രാം എപ്പോഴും കാണുന്നേ? പവർ റേഞ്ചേഴ്സിൽ എന്ത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഹായ്, ജെറ്റിക്സ് ഒക്കെ കാണുവോ? എനിക്ക് പവർ റേഞ്ചേഴ്സിൽ റെഡാ ഇഷ്ടം. എനിക്ക് റെഡാ ഇഷ്ടം. ജാക്കിനെ പോലെ കാണിക്കട്ടെ? ഇഷ്ടായില്ലേ? അവിടെ പോലെ ബുജിമോളെ വിളിക്കുന്നു. എനിക്ക് ജെറ്റിങ്സ് മുതൽ കുക്കിങ്സ് വരെയും ഡോറയിൽ നിന്ന് താര വരെ എല്ലാം ഇഷ്ടമാണ്. എന്താ എന്റെ ആന്റിയുടെ പേരും താരയെന്നാ. ആന്റിനെ ഇഷ്ടാണോ? അയ്യോ സോറി മാഡം. ഇറ്റ്സ് ഓക്കെ. കുക്കിങ്ങിൽ നിനക്ക് എന്തൊക്കെ അറിയാം? എസ്പെഷ്യലി ഉണ്ണിയപ്പം ഉണ്ടാക്കാമോ? എന്ത് ചോദ്യമാ. ഒരു കപ്പ് അരി എടുത്ത് അരച്ച് അല്പം പുളിച്ച തേങ്ങാവെള്ളം ചേർത്തിളക്കി 3 മണിക്കൂർ കഴിഞ്ഞെടുത്ത് അപ്പച്ചട്ടിയിൽ ഒഴിച്ച് ചുട്ടെടുത്താല് വെള്ളയപ്പം. അത് തന്നെ. അതിൽ കുറച്ച് പഴവും ചെവിടി ശർക്കരയും ചേർത്തി വിട്ട ഉണ്ണിയപ്പം. അത്രേ ഉള്ളൂ. പറഞ്ഞപ്പോ തന്നെ നാവിൽ വെള്ളം മൂറുന്നു. നീ നാളെ തന്നെ ചുട്ടു തരണം. അതിനെന്ത്, ഇന്ന് തന്നെ ചുടാലോ, അല്ലേ മച്ചാ? എന്തിനാടാ ഇത്ര ധൃതി പിടിക്കുന്നത്? കുറച്ച് സാവകാശം ചൂടാ. ബാനർജി, അവൻ അത് ചുട്ടു തരാന്ന് പറയുമ്പോ നിനക്കെന്താ പ്രശ്നം? എപ്പ നോക്കിയാലും ഭക്ഷണത്തെ കുറിച്ച് സംസാരം.
അതുകൊണ്ടാ തിന്ന് തിന്ന് ചക്കയപ്പം പോലെ ഇരിക്കുന്നേ. അങ്ങനല്ലമ്മേ, എത്ര തിന്നാലും അരമണിക്കൂർ നേരം കൈയും കാലും നീട്ടി യോഗാസനം ചെയ്ത ശരീരം തന്നെ മെലിഞ്ഞോളും. ഓ, യോഗാസനമൊക്കെ അറിയാമോ? എന്താ ഇതാ നോക്ക്, ഇത് ശിരസാസനം, ഇത് മയൂരാസനം, ഇതൊരു കാല് പൊക്കിയ ചക്രാസനം, ഇത് വീരഭദ്രാസനം, കാല് പൊക്കി ഇങ്ങനെ വെച്ച ചക്രാസനം, ഇത് ചന്ദ്രാസനം, ഇത് സർവാംഗാസനം, ഇത് ഹലാസനം, പിന്നെ കർണപീഠാസനം, ഇത് ഒരു കൈ പൊക്കിയ കൂർമാസനം. ഇതെല്ലാം എവിടുന്നാടാ നീ പഠിച്ചേ? മിസ്റ്റർ ബ്രഹ്മചാരിയിൽ നമ്മുടെ ലാലിട്ടൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അമ്മയ്ക്ക് അത് അറിയാതിരിക്കില്ലല്ലോ. ലാലിന്റെ പടങ്ങൾ എനിക്ക് മറക്കാൻ പറ്റുമോ? അദ്ദേഹത്തെ കണ്ട് എന്റെ അച്ഛൻ പഠിച്ചു, അച്ഛനെ കണ്ട് ഞാനും പഠിച്ചു. എന്താ മമ്മൂട്ടിയുടെ അടുത്ത് ഒന്നും പഠിച്ചില്ലേ നീ? അതാണ് അവനിപ്പം ചെയ്തോണ്ടിരിക്കുന്നേ. അപ്പം മമ്മൂട്ടിയെ പോലെ നല്ലോണം അഭിനയിക്കൂലോ? അയ്യോ, അതൊന്നും എനിക്ക് ഇതിൽ അറിയത്തില്ല. നന്നായി അവൻ അഭിനയിക്കാനാ. പിന്നെ നീ വന്നപ്പോ ഒരു മീൻ കൊണ്ടുവന്നില്ലേ? അത് ചുട്ടാ തല എനിക്ക്. ചുട്ട തല മാത്രം കിട്ടില്ലല്ലോ. വെട്ട് തല മാത്രം കിട്ടുമല്ലോ. എന്താ മച്ചാ, വെട്ടല്ലേ? എന്തിനാടാ എന്നോട് ചോദിക്കുന്നത്? നീ തന്നെ എന്തെങ്കിലും ചെയ്ത് തോലയ്ക്ക്. എന്താമ്മേ, കഴിച്ചില്ലേ? ആ, ഞാൻ കഴിച്ചു, നീ പോയി കഴിക്കി. ആരടാ അത്? സാർ, ഞാൻ ഇവിടെയുണ്ട് സാർ. ആരാ അതെന്നാ ചോദിച്ചേ? എന്റെ അളിയനെ സാർ, ഒരു സഹായത്തിന് വേണ്ടി കൂടെ കൂട്ടിയതാ. സാറിപ്പോ വേണ്ടാന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു വിട്ടേക്കാം. വേണ്ടെന്നാണോ? മരങ്ങോടാ, എടാ മരങ്ങോടാ. സാർ, അമ്മ. ഈ സാർ ഈ ചെരുപ്പിട്ടാട്ടെ, അകത്തേക്ക് ഷൂസ് ഇട്ട് പോകണ്ട. എവിടെയെല്ലാം പോകുന്നു, എന്തെല്ലാം ചവിട്ടുന്നു. ഇവിടെ ഒരുപാട് കുട്ടികളില്ലേ, ഇവിടെ അവർക്ക് പ്രതിരോധശേഷി കുറവായതുകൊണ്ട് ഏതസുഖവും പെട്ടെന്ന് പിടിപെടും. ദയവേത് ചെരുപ്പ് മാറ്റിയിട്ടാട്ടെ. സോറി, നിന്നെ അപേക്ഷിച്ചും ബുദ്ധിശാലി. ഇവനെ ജോലിക്കെടുത്തു. എനിക്കെടുത്തുന്നോ? അയ്യോ, സ്വന്തം കുഴി കുത്തി. അമ്മ, മോനെ, ഞാൻ എല്ലാ സിനിമയും കാണാറുണ്ട്. ലാലേട്ടൻ വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്, മമ്മൂക്കയുടെ അഭിനയവും കണ്ടിട്ടുണ്ട്, രജനിയുടെ സ്റ്റൈലും കണ്ടിട്ടുണ്ട്, കമൽ പല വേഷങ്ങളിൽ തിളങ്ങുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒരേ സമയത്ത് നീ കാണിക്കുന്നുണ്ടല്ലോ, വളരെ അതിശയം തോന്നുന്നു. അതുകൊണ്ട് നീ ശുപാർശയില്ലാതെ തന്നെ അവാർഡ് വാങ്ങും. അവാർഡ് പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് അവൻ സ്റ്റൈല് മാറ്റിയോ? കണ്ട് ഞാൻ മിരികളിൽ. അയ്യോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഇപ്പോഴെവിടെയാ? പ്രേം എവിടെ പോയി? അത് ശരി, ഇനി പറയൂ സാർ. ഇവിടെ ആരുമില്ല. അവനകത്ത് കടന്നു. ഊവല്ലോ സാർ, പക്ഷെ കാണാൻ ഒരു ഇന്നസെന്റ് പയ്യനെ പോലുണ്ട്. അത് ആക്ടിങ്. താൻ തെറ്റിദ്ധരിക്കേണ്ട. അവന് ജഡ്ജിയോട് നല്ല ദേഷ്യമുണ്ട്. തീർച്ചയായും ജഡ്ജിനെ തക്ക സമയത്ത് കൊന്നിരിക്കും. അവൻ ജഡ്ജിനെ കൊല്ലുന്ന അടുത്ത സെക്കൻഡിൽ തന്റെ തോക്കെടുത്ത് താൻ അവനെ കൊല്ലണം. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ, ഓർമ്മയുണ്ട് സാർ. ബട്ട് എന്താടോ ബട്ട്? ഞാൻ കുടുങ്ങരുതല്ലോ സാർ, കുടുംബമൊക്കെ ഇല്ലേ സാർ? വാട്ട് നോൺസെൻസ്. യു ആർ എ ബ്ലാക്ക് കാറ്റ് മാൻ. താൻ എങ്ങനെ കുടുങ്ങും? അവൻ ജഡ്ജിനെ കൊന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കൊന്നു എന്ന് പറയണം. അതുകൂടാതെ ഗവൺമെന്റ് തനിക്ക് അവാർഡ് വരെ തരും. ഞാൻ റിവാർഡും തരും. ധൈര്യമായിരിക്കേ, ഞാൻ നോക്കി